അടിപൊളി ചാലഞ്ച് കൊണ്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ ടീമാണ്. ഇന്ന് നമ്മുടെ ടീമായിട്ടാണ് നമ്മൾ ഈ ചാലഞ്ച് ചെയ്യാൻ. ഒരു ടീം. അപ്പൊ ഞാൻ എനിക്കെന്താ സംഭവിക്കാൻ വന്നതെന്ന് വെച്ചാല് ജുനു വേഴ്സസ് ഷാമിയാണ് നടക്കുന്നത്. ഇവര് രണ്ടുപേരും തമ്മിൽ ഒരു ഫുഡ് ചാലഞ്ച് വരണം എന്നുള്ളത്. അപ്പൊ അതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സാധാരണ ഈറ്റിംഗ് ചാലഞ്ചിലൊക്കെ എനിക്ക് ഇരുന്നിട്ട് നല്ല പരിചയം നല്ല എക്സ്പീരിയൻസ് ആണ്. അതിനോട് ഇവിടെ ടീമിൽ കൂടിയതുകൊണ്ട് അതെ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല, എന്നാലും ഞാൻ ഇവിടെ മോട്ടിവേറ്റ് ചെയ്തോണ്ട് പക്ഷെ അതിലൊരു പ്രശ്നമുണ്ട്. അഞ്ചും ജൂനും ആണ് ടീം. ഇപ്പൊ ജൂനു തോൽക്കുകയാണെങ്കിൽ പണിഷ്മെന്റ് എടുക്കേണ്ടി വരെ 5 ആയിരിക്കും. അതാണ് ഇതിന്റെ ഒരു സംഭവം. അതിന് വേണ്ടിയിട്ടാണ് തല്ലി ഞങ്ങൾ അപ്പുറത്ത് ഇപ്പുറത്ത് തോറ്റാലും ഞാൻ പണിഷ്മെന്റ് എടുക്കേണ്ടി വരും. ഇല്ല, എനിക്ക് അങ്ങനെ നല്ല വിശ്വാസമുണ്ട്. ടീമായത് അപ്പൊ നമ്മുടെ ചാലഞ്ചിന്റെ റൂൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് 3 റൗണ്ട് ആയിരിക്കും ഉണ്ടാവുക. ആ 3 റൗണ്ടിൽ ഓരോ ഫുഡ് വീതം വരും. അപ്പൊ നമ്മുടെ മുന്നിലുള്ള ഫുഡ് 2 മിനിറ്റോട് ഏറ്റവും കൂടുതൽ ആരാണോ കഴിച്ചു തീർക്കുന്നത് അവരായിരിക്കും ആ റൗണ്ടിൽ വിന്നർ ആയിട്ട് വരുന്നത്. തോൽക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കൈപ്പക ജ്യൂസ്. തോൽക്കുന്ന ആളായിരിക്കില്ല, കൂടി സപ്പോർട്ട് ചെയ്യുന്നത് ആരാണോ അവരായിരിക്കും കൈപ്പക ജ്യൂസ് കുടിക്കേണ്ടി വരും. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഒരു ഘടാഘടിയുടെ ഷവർമയാണ്. ഇത് കുറച്ച് നീളമുള്ള ഒരു ഷവർമയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൽ ആരാണ് കഴിച്ചു തുറക്കാൻ പറ്റില്ല. ഞാൻ ടൈമർ വെക്കുമ്പോ മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ തുറന്നിട്ടൊക്കെ അപ്പൊ കഴിക്കാനേ പറ്റുള്ളൂ. എല്ലാം 2 മിനിറ്റിനുള്ളിൽ തീരണം. അതെ, അതേ തീരും. ഇത്രയും വലിയ വീരവാദക്കും വഴക്കിയിട്ട് ടീമിനോട് പറയും കൈ മാറ്റിക്കാൻ പറഞ്ഞു. കൈ മാറ്റി ഞങ്ങൾക്ക് വെച്ച് ഓക്കെ തുടങ്ങാം. ഫൗൾ കളിക്കുന്നുണ്ട്. ഷാമിയ ഇത് വേണമെങ്കിൽ നമുക്ക് കുടിച്ചു കൊടുത്തോളൂ അല്ലേ? അതൊന്നും പറ്റില്ല. ഫൗള് കളിച്ച് ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആക്കൂട്ടോ. ഞാനിത് ഇങ്ങനെ വിളിച്ചാൽ റെഡി? 3, 2, 1 സ്റ്റാർട്ട്. ഹെൽപ്പ് ചെയ്യരുത്. വേഗം ഒന്നും താല്പര്യം അവിടെ ഒറ്റക്കടി ആയിട്ടുള്ളൂ. ഹെൽപ്പ് ചെയ്യണോ? ആഗ്രഹം വെച്ച് ചെയ്യാൻ പറ്റണ്ടേ? നോക്ക് എടുത്ത് കുടിച്ചോ അല്ലേ? നമുക്കവിടെ വെള്ളമില്ല, അതുകൊണ്ട് മെല്ലെ എന്തോന്ന് ഞാൻ 50 സെക്കൻഡ് ബാക്കി. തുടങ്ങുന്നതിന് മുന്നേ വലിയ വീരവാദം പറഞ്ഞിട്ട് ജയിക്കാനുള്ള പറഞ്ഞാൽ മതി, ഇവിടെ പറയണ്ട. 30 സെക്കൻഡ് ബാക്കി. ഇപ്പൊ 2 പീസ് കൂടെ 2 വൈറ്റിനും കൂടെ അല്ലേ ഇതിനുള്ളൂ. സമാധാനം. അതെ പത്ത് സെക്കൻഡ് ബാക്കി. 5, 2, 1. ഒരു പീസ് ജുനുവിന്റെ അല്ല ഞങ്ങളത് ഞാൻ പറഞ്ഞല്ലേ ഒരു കടി അടിച്ചാൽ
അതിന്റെ ഇടയ്ക്ക് ടീമേറ്റിന്റെ തകർത്ത് ഞാൻ അടുത്ത ടീം പോയി ചേരുന്നൊക്കെ പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞില്ല. ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോ. ജിനു ഇത് നമ്മളെ വിജയം. അടുത്ത നമുക്ക് നമ്മുടെ വിജയമാക്കാം. എനിക്ക് കടിച്ച് ഇറക്കാൻ പറ്റുന്നില്ല, നല്ല വേദന ഉണ്ടായിരുന്നു. ഫുള്ള് കുടിക്കണേ. അടുത്ത പ്രാവശ്യം ഫ്രൂട്ടി കഴിക്കണം. ആ ഒരു മോട്ടിവേഷനിൽ നീ കുടിക്കും. ടീമേറ്റ് എനിക്ക് പറ്റുന്നില്ല കേട്ടോ, ടീമിന് എനിക്ക് പറ്റുന്നില്ല. മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ടീമിനെ പറഞ്ഞ് മനസ്സിലാക്കിട്ടോ, ടീമിനെ പറഞ്ഞ് മനസ്സിലാക്കി. അടുത്ത റൗണ്ട് ഞങ്ങളങ്ങനെ സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കാണ്. സെക്കൻഡ് റൗണ്ട് നമുക്കുള്ളത് പാനിപൂരിയാണ്. ഷാമിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഷാമിന്റെ പുത്തകയായിട്ടുള്ള ഒരു സംഭവമാണ് ഈ പാനിപൂരി എന്ന് പറയുന്നത്. പറയാൻ പറ്റൂല. അത് നടക്കൂല കേട്ടോ. ഇവിടെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇല്ല, അങ്ങനെ പാനിപൂരി തിന്നലില്ല, അങ്ങനെ തിന്നലില്ല. ഞാൻ തിന്നുമ്പോ ഒന്നോ രണ്ടോ എടുത്ത് തിന്നു, അത്രേ ഉള്ളൂ. ഓനായിട്ട് നീ തിന്നാൻ കൊടുക്കല്ലേ. ഓക്കെ, റെഡി സ്റ്റാർട്ട് ചെയ്യാം. ഒറ്റ മിനിറ്റ് കാര്യം പറയട്ടെ, ഇവിടെ പ്രാക്ടീസ് ഒക്കെ കയ്യിൽ വെക്കാം. കയ്യിൽ വെച്ചു. ഓക്കെ റെഡി നെൽത്ത് വെച്ചോ, നെൽത്ത് വെച്ചോ. ഡിസ്റ്റൻസ് തമ്മിൽ വ്യത്യാസമുണ്ട്, വേണ്ട. വ്യത്യാസമുണ്ട്. ഓക്കെ, റെഡി 3, 2, 1 സ്റ്റാർട്ട്. അതിനോ ഒന്ന് ഒന്ന് രണ്ട് എല്ലാത്തിനും മുക്കി കഴിഞ്ഞ് ഞാൻ മുക്കിയില്ലാന്ന് പറയാം. അതെത്ര മുട്ടിയാ? ഒന്നിട്ട് മതി. എനിക്ക് തോന്നുന്നു ആ ടൊമാറ്റോയിൽ മുക്കി കഴിഞ്ഞാൽ വേഗം കഴിക്കാൻ പറ്റും. അപ്പൊ വേഗം ഇറക്കാൻ പറ്റും. എടാ കുറച്ച് നല്ല മുക്ക് വലുത് തീരാനായി. അതൊന്നും വേണമെന്നില്ല. കഴിച്ചോ കഴിച്ചോ. ആ പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കുറച്ച് നല്ല ഡിപ്പ് ചെയ്തു, അപ്പൊ കുറച്ച് സോക്ക് ആയി കിട്ടും. അപ്പൊ വേഗം കഴിക്കാൻ പറ്റും. വേഗം ഇറക്കുന്നില്ലേ? 1 മിനിറ്റ് ബാക്കി. നമ്മളെ പൊട്ടെന്ന് തോന്നിട്ടോ. ഇറങ്ങുന്ന പോലെ അങ്ങനെ അപ്പൊ വേഗം കഴിക്കാൻ പറ്റും. 35 സെക്കൻഡ് ബാക്കി. വേഗം ഇറക്കണ ഇറക്ക് കഴിക്കണേ. 23 സെക്കൻഡ് ബാക്കി. ഇറക്കുന്ന നേരം കൊണ്ട് നീ കഴിച്ചാൽ മതി. എടാ മെല്ലെ ഇറക്കിയാ മതി. 15. പതാക്കാൻ വേണ്ടി പറയാം. അല്ലല്ലേ ഞാൻ കാര്യമായിട്ട് പറഞ്ഞ മെല്ലെ ഇറക്കിയാ മതി. 8. ആ ഓക്കെ. അല്ലെ ഇറക്കി രണ്ട് അപ്പോഴേ തീരുള്ളൂ. ഞങ്ങളെ പ്ലേറ്റ് കാലിയായത് ഷാമിന്റെ വയറില്ലേ? 2 പേരുണ്ട്, 2 പേരുണ്ട്. അങ്ങനെ പറയാൻ പറ്റൂല. ഇത് വല്ലാത്ത കഷ്ടമാണ് കേട്ടോ. അല്ലോ 2 പേരെടുത്തുണ്ട്, അല്ലാണ്ട് ഒരാൾ മാത്രം ഇറക്കിയിട്ടല്ല കേട്ടോ ഇരിക്കുന്നത്. അത് നിങ്ങൾ വിചാരിക്കരുത്. അല്ല, ഇവരെല്ലാം ആരാ ആദ്യം ഇറക്കാൻ നോക്കാം. അതിൽ നോക്കി രണ്ടെണ്ണം. അല്ല, ജുനു ഇറക്കി ഷാമി ഇറക്കി കഴിഞ്ഞിട്ട് ഷാമി ജുനു ഇറക്കുന്നതിന് മുന്നേ 2 കഴിച്ചാൽ ഷാമി കഴിച്ച് ഇറക്കി കഴിയണം. ഇറക്കി കഴിഞ്ഞ് നടക്കടാ. അത് ഒന്നും കൂടി കഴിക്കാനുള്ള ഗ്യാപ്പ് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ തന്നെ
ഓരത് മറന്നിട്ടില്ല. കുടിച്ചോ കുടിച്ചോ. ആ സൈഡ് മൊത്തം നിശബ്ദമായി പോയി ഗൈസ്. എന്തോടാ മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞുതരാം. അല്ല ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അത്ര പാനിപൂരി തിന്നലില്ല നിങ്ങൾക്ക്. പക്ഷെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് രണ്ടെണ്ണക്ക് പാനിപൂരി തിന്നലുള്ളൂ. ഇപ്പൊ ഈ ചടച്ച് കയറി പറഞ്ഞല്ലേ ഈ റൗണ്ടിലെങ്കിലും ഞാൻ എന്ത് ചെയ്യാനാണ്? നല്ല വിഷമിട്ടില്ലേ ജിനു? ഒരു രണ്ടിന് കരയുന്ന പോലെ ഉണ്ടല്ലോ. ആ ചെറുതായിട്ട് കണ്ണൊക്കെ നിറഞ്ഞു. അടുത്ത റൗണ്ടിൽ അതാ തോറ്റിട്ട് കൈപ്പൊക്കെ ജ്യൂസ് കൈപ്പൊക്കെ ജ്യൂസോ? ഈ കഴിപ്പിക്കാന്ന് പറയുന്നത് അങ്ങനെ സിമ്പിൾ സാധനമല്ല ഗൈസ്. നമ്മുടെ ഷുഗറിന് നല്ലതാണ്, പിന്നെ പ്രഷറിന് നല്ലതാണ്. അതിനെ ഒരുപാട് ഔഷധങ്ങളുള്ളത്. ഇത് ശരിയാവില്ല കേട്ടോ. അത് തിന്ന് തോക്കുന്നതാണ് കുടിക്കാന്നുള്ളത് ശരിയാവുള്ളൂ. സോറി അത് കുടിച്ചു. അല്ല അതും കൂടി കുറച്ച് ഓക്കെ ആവും. മിണ്ടാതിരിക്കാൻ പറ്റുമോ പ്ലീസ്? ഇവിടെ വിഷമിച്ചിരിക്കുന്നവരെ നോക്കിയിട്ട് കൊഞ്ഞനം കുത്തരുത്. ഞങ്ങള് കഷ്ടപ്പെട്ട് ജയിച്ചിട്ടല്ലേ ജിനു? നിങ്ങൾക്ക് പാനിപൂരി ഇതൊന്നും എനിക്കറിയോ? പാനിപൂരി ഇങ്ങനെ തിന്നിട്ടില്ലെങ്കില് ശ്രീ അടുത്ത രണ്ട് ഗ്ലാസ് ഷുഗർ വരാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇത്ര കഷ്ടപ്പെട്ട് തിന്നത്. ഇനി അടുത്ത റൗണ്ട് ഞങ്ങളെ ജയം കാണാൻ കിട്ടും. അപ്പൊ അടുത്ത റൗണ്ടിലേക്ക് അങ്ങനെ നമ്മൾ ലാസ്റ്റ് റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ലാസ്റ്റ് ഒരു ചാൻസ് അവർക്ക് ജയിക്കാൻ വേണ്ടിട്ട് ആദ്യത്തെ റൗണ്ട് ജയിച്ചാൽ ഞങ്ങൾ പറയും ഞങ്ങൾ വിട്ടുകൊടുക്കാം. അത് ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ പൊരുതി തോറ്റതാണ്. ആരും വിട്ടു പൊരുതി ജയിച്ചതാണ്. അത് നിങ്ങൾ വിചാരിക്കുക പൊരുതി ജയിച്ചതാണ്. ഇനിയിപ്പോ ഇതിൽ ജയിച്ചേ ഞങ്ങൾ അങ്ങനെ പറയുന്നു പറഞ്ഞതാണ്. ജയിക്കുന്നൊരു പേരുണ്ട് നമ്മള്. ഇല്ല അങ്ങനത്തെ ഒരു പേടി നല്ല അടിപൊളി ഐസ്ക്രീമാണ് നമ്മൾ ഈ റൗണ്ടിലേക്ക് വെച്ചിട്ടുള്ളത്. രണ്ടുപേർക്കും ഒരേ അളവിൽ തന്നെ കൊണ്ടുവച്ച് സ്ട്രോബെറി ഐസ്ക്രീം മതി വർത്തമാനം പറഞ്ഞത്. തുടങ്ങ്. അതന്നെ ഞങ്ങൾ ഒരു ഇതിലായില്ലേ. എന്തൊരു ചാറ്റാട്ടുള്ള പോലെ ഒരു തോന്നൽ. നിങ്ങൾക്ക് പല്ലുവേദന ഉണ്ടോ? ഒരിക്കലില്ല. നിങ്ങൾ ടീമിൽ അങ്ങോട്ടും കൂടി നോക്കി നീക്കിത് മെൽറ്റ് ചെയ്യാൻ നോക്കണ്ടോ എന്ന് എനിക്ക് സംശയം ഉണ്ടോ? സുഖതല്ലേ ഇതല്ല വേദന തീരുക. റെഡി 3 2 1 സ്റ്റാർട്ട്. ഇത് വെറുതെ ഇങ്ങനെ ഇതാക്കി ഇട്ടാ പോരട്ടോ. കഴിക്കണം. നീ കഴിക്കില്ലേ? നേരത്തെ 2 റൗണ്ട് വിജയിപ്പിച്ചതുകൊണ്ട് ഞാൻ അധികം മോട്ടിവേറ്റ് ചെയ്യുന്നില്ല. കഴിച്ചോളന്നൊരു വിശ്വാസത്തില് കഴിച്ചു വായ നമുക്ക് റെഡി എടുക്കാം. ഇനി അവിടെ നിൽക്കില്ല ഇവിടെ നിൽക്കുന്നവരെ മനസ്സിലാവുള്ളൂ. ഒരു സൈഡിൽ നിന്ന് കഴിക്കണേ. ആ പിന്നെ കണക്ക് ഇതായിട്ടൊന്നും പറയരുത്. അവിടെ ശകലം കുറയുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അങ്ങനത്തെ ഒരു ജയിക്ക് വേണ്ട. സമയത്തുണ്ട് സെല്ലോ. കഴിഞ്ഞ് 1 മിനിറ്റ് കൂടെ ബാക്കി. ഒറ്റ മിനിറ്റ് കൂടെ സമയം ഈ അടുത്തൊരു സ്ക്വയർ പറയുന്നുണ്ട്. അതിനൊക്കെ തന്നെ വാശിയായിട്ട് പല്ല് നോക്കണേ. ഓ അതിന്റെ ഇടയിൽ കൂടെ കേറ. അതൊന്നും ഇവിടെ നടക്കില്ല. വെറുതെയാ. 40 സെക്കൻഡ് ബാക്കി. കഴിച്ചോ കഴിക്ക്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചിരിക്കാൻ സമയം തരാം. കഴിച്ചോ. 20 സെക്കൻഡ് ബാക്കി. നീ താഴേക്ക് കിടക്കുന്ന ആ ഒരു പോർഷന്റെ അതൊക്കെ വേഗം കഴിക്കും. അതൊന്നും മോശമാവാനുള്ളതാ. 7 6 4 3 2 1 കഴിഞ്ഞു. ഇത് നമുക്ക് കാണുമ്പോ തന്നെ clear ആണ് guys. മനസ്സിലാവുന്നില്ല. ഞാൻ നോക്കാം. ഇത് ഞങ്ങളത് ഇത് വരുന്നതാണ്. ഓക്കെ. ഏറ്റവും കൂടുതൽ കഴിച്ച ജുനുവിനെ. ഇതാ ഒന്നുകൂടെ കണ്ടോ. ഇത് ഷാമിൻ്റെത്, ഇത് ജുനുവിന്റെ.
ആ ഇവിടെ ഓള് ഐസ്ക്രീം തിന്നുന്നു, ശ്രീ കൈപ്പക്ക ജ്യൂസ് കുടിക്കുന്നു. ഓള് ഷവർമ തിന്നുന്നു, ഓള് കൈപ്പക്ക ജ്യൂസ് കുടിക്കുന്നു. പിന്നെ എന്തെങ്കിലും പാനിപ്പൂരി കഴിക്കുന്നു, കൈപ്പക്ക നമുക്ക് അടുത്തതേ ഒരു ചാലഞ്ച് വെക്കണം. ഇത് തോൽക്കുന്നവർ തന്നെ പണിഷ്മെന്റ് എടുക്കണം. ഇങ്ങനെ ജയിപ്പിച്ചോ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത് ശരിയാവില്ല. ഓളായിട്ട് നമ്മളിങ്ങനെ ഇത് കുടിക്കണമെന്നിരിക്കുന്നുണ്ട്. എനിക്ക് വായ തലത്തിട്ടില്ല. ഇതൊന്നും എനിക്ക് ഫീൽ ചെയ്യണില്ല. അതെ, ഇതിലേക്ക് കുറച്ച് ഐസ്ക്രീം തരണം. വലിയ വായ തൊക്ക്, ആ തൊക്ക്, നോക്കട്ടെ. ആ തൊക്ക്. എന്ത് സ്ഥലമുള്ളൂടാ. അല്ല 2 സെന്റ് എവിടേക്ക് പോണിതൊക്കെ? നല്ല ശ്രീ ഇത് കുടിക്കേ. ജുനോട് സത്യം പറഞ്ഞ സന്തോഷിക്കാനുള്ള ഒരു തലവലി കിട്ടുന്നത് കഴിച്ചാൽ അടിച്ചു പോയിട്ടുണ്ട്. കിളി പോയിട്ടുണ്ട്. ജുംക്കാനിട്ടോ ചാലഞ്ചിന് ഇനിയില്ല. അതിന് 3ാമത്തെ ഗ്ലാസ് കൈപ്പക്ക ജ്യൂസ് അതവിടെ കുടിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ നീക്ക് കണ്ടോ 3ാമത്തെ ഗ്ലാസ് ഫീൽ ചെയ്യാനായി. ജുംക്കാൻ ടേസ്റ്റ് അറിയില്ല പോലെ ഐസ്ക്രീമിന്റെ. നീക്കിന് ഷുഗർ വരികയില്ല. അയ്യോ, മതി മതി. ഐസ്ക്രീം കഴിക്കുന്ന ടീം തമ്മിൽ അടിയായി. തോറ്റാലും ഞാൻ ഇവിടെ ഓടി തന്നെയാണ്. നമുക്ക് ഉറപ്പൊരുതിയില്ലേ? നമ്മള് പൊഴുതലപ്പോ നമ്മള് ജയിച്ചേ എത്ര പൊരുതി, പക്ഷേ നിങ്ങളെ ടീമിന്റെ വായ വലുതാണ്. അങ്ങനെ guys, ഇന്നത്തെ ഈ ഒരു ഫുഡ് ചാലഞ്ച് ഞങ്ങൾ ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. വിഷമകരമായിട്ട്. വേണമെങ്കിൽ ഒന്നും കൂടെ ചാലഞ്ച് വെക്കാന്നാണ് എന്റെ ഒരു അഭിപ്രായം. പക്ഷെ ഇങ്ങനത്തെ അല്ല, ഇത് തോൽക്കുന്നവര് കഴിക്കുന്ന ചാലഞ്ച്. ആരാണ് ഗെയിം കളിക്കുന്നത്? ഒരു ചോരന്റെ പണിഷ്മെന്റ് എടുക്കും. പൊട്ടണോ? തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. മറ്റൊരു അടിപൊളി വീഡിയോ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അതൊരു ഇത് ശ്രീലക്ഷ്മി, ശ്യാമ്യ, സഞ്ജിത. signing off.